ഹായ്, ഇന്ന് ഞാനൊരു സ്പെഷ്യലാണ് ഉണ്ടാക്കുന്നത്. ഒരു കേക്കെന്ന് വെച്ചാൽ ഒരു പുഡിങ്ങാണ്. ശരിക്കും കേക്ക് ബേസ് എന്നേ ഉള്ളൂ. അടിയിൽ കേക്ക്, പിന്നെ അങ്ങനെ നമ്മുടെ 5 ലെയർ ടോട്ട് കേക്ക് ഇല്ലേ, അതിൻ്റെ ചോക്ലേറ്റ് അല്ല, ഇത് ടെൻഡർ കോക്കനട്ട് വെച്ചാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ടെൻഡർ കോക്കനട്ട് പുഡിങ് ഉണ്ടാക്കുന്ന പോലെ തന്നെ അതിൻ്റെ അടിയിൽ നമ്മൾ കേക്ക് ബേസ് കൊടുക്കുന്നേ ഉള്ളൂ. ഞാൻ ഇന്നുണ്ടാക്കുന്ന ആ ബേസ് കേക്ക് ഞാൻ കാണിക്കാം. അത് ഞാൻ പണ്ട് എനിക്കൊരു ചേച്ചി പറഞ്ഞു തന്നതാണ് അതിൻ്റെ റെസിപ്പി, ദീപ്തി ചേച്ചി. ആ റെസിപ്പിനെ ഞാൻ ഇപ്പോഴും പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 3 ലെയർ പുഡിങ് ഉണ്ടാക്കും. അതിൻ്റെ അടിയിൽ ഞാൻ സ്ഥിരം ഞാൻ ഈ കേക്കാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കേക്ക് ഇപ്പോൾ അല്ലാത്ത ബർത്ത്ഡേ കേക്ക് ഉണ്ടാക്കണമെങ്കിൽ ഈ ബേസ് കേക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇതിന് ബീറ്റർ വേണം. കാരണം നമ്മൾ ബീറ്റ് ചെയ്തിട്ടാണ്, മുട്ട ബീറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ കൈ കൊണ്ട് ബീറ്റ് ചെയ്താലും മതി, പക്ഷെ അത്രയും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ അളവ് കൃത്യമായിരിക്കണം, അളവ് തെറ്റരുത്. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ചോക്ലേറ്റ് ടോട്ട് കേക്കിന് നമുക്ക് ഒത്തിരി വിലപിടിപ്പുള്ള ഇതൊക്കെ വാങ്ങേണ്ടി വരും. ഒരുപാട് വിലയാണ് അതിന്. അപ്പോൾ അതിനേക്കാളും എല്ലാവർക്കും ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു ഐസ്ക്രീം മാതിരി ഇരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് റെസിപ്പി നോക്കാം. ഇതിന് 3 മുട്ടയാണ് ഞാൻ എടുത്തേക്കുന്നത്. റൂം ടെമ്പറേച്ചർ, നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചേക്കുകയാണെങ്കിൽ വെളിയിലെടുത്ത് അതിൻ്റെ തണുപ്പ് പോകണം. നമ്മൾ ഷുഗർ ചേർത്ത് അടിക്കുമ്പോൾ ഇല്ലെങ്കിൽ അലിയൂല. അപ്പോൾ നമ്മൾ വെളിയിൽ വെച്ച് അതിൻ്റെ റൂം ടെമ്പറേച്ചർ ആക്കണം. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് നോക്കാം. ഇതിന് വേണ്ടത് 3 മുട്ട. ഞാനത് പൊട്ടിച്ച് ആ ബീറ്റ് ചെയ്യേണ്ട പാത്രത്തിൽ ഒഴിച്ച് വെച്ചു. ഇത് 115 ഗ്രാം ഷുഗറാണ്. ഇത് 85 ഗ്രാം ഫ്ലവറാണ്. അതും 3/4 കപ്പ് മാവ്. പിന്നെ ബേക്കിംഗ് പൗഡർ 3/4 ടീസ്പൂൺ. പിന്നെ വാനില എസൻസ് ഒത്തിരി ഒഴിക്കേണ്ട, ഒന്നിലും ഒഴിക്കരുത്, അതല്ലെങ്കിൽ 2 തുള്ളിയോ അങ്ങനെ ഒഴിച്ചാൽ മതി. കാരണം നമ്മൾ അതിലൊരു ഫ്ലേവർ ചേർക്കണമല്ലോ. അപ്പോൾ വാനിലയുടെ ടേസ്റ്റ് ഒത്തിരി മുന്നോട്ട് നിന്നാൽ ആ ഫ്ലേവർ വെളിയിൽ വരില്ല. അപ്പോൾ ഇത്രയുമാണ് വേണ്ടത്. പിന്നെ ഹോട്ട് വാട്ടർ വേണം. പിന്നെ വേണ്ടത് ബട്ടർ, മെൽറ്റഡ് ബട്ടറാണ്. ഇത് 4 ടേബിൾ സ്പൂണാണ്. വലിയ സ്പൂൺ, ഈ സ്പൂണിൽ, വലിയ സ്പൂണിൽ 4 ടേബിൾ സ്പൂൺ ഉരുക്കിയ വെണ്ണ. അതല്ലെങ്കിൽ വെണ്ണ ഇല്ലെങ്കിൽ ഓയിൽ ചേർത്താൽ മതി. പക്ഷേ വെണ്ണ ചേർക്കുന്നതാണ് കുറച്ചുകൂടെ നല്ല മണം വരുന്നത്. ഇനി കുറേശ്ശെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വാനില എസൻസ്, ഞാനൊരു 2-3 തുള്ളിയേ ചേർക്കുന്നുള്ളൂ, ഇല്ലെങ്കിൽ ഭയങ്കര ഒരു മണം വരും. ഇതിൽ 3/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഈ മാവ് ബേക്കിംഗ് പൗഡറും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ അരിപ്പിലിട്ട് ഒന്ന് അരിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 3 പ്രാവശ്യമെങ്കിലും അരിക്കണം. വിട്ടിട്ട് ഒത്തിരി അടിക്കരുത്. അപ്പോൾ ആ ബീറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ മുട്ട അങ്ങ് താഴ്ന്നു പോകും. നമുക്ക് ബട്ടർ ചേർക്കാം. 4 ടേബിൾ സ്പൂണാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ല ചൂടുവെള്ളം, തിളയ്ക്കാറായ ചൂടുവെള്ളമാണ്, 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു ബേക്കിംഗ് ഡിഷിലാണ് ഞാൻ ഒഴിക്കുന്നത്. ഇതിൽ തന്നെ ഞാൻ പുഡിംഗ് സെറ്റ് ചെയ്യാൻ പോവാണ്. ഇതാർക്കും കൊടുക്കാനല്ല. അപ്പോൾ നമുക്ക് വീട്ടിലുണ്ടാക്കുന്ന സാധനങ്ങൾ നമ്മൾ ഇങ്ങനത്തെ ഇതിലുണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ തന്നെ നമുക്കങ്ങ് സെറ്റ് ചെയ്യാം. നമ്മളിപ്പോൾ ഡ്രസ്ലെച്ചസ് ഞാൻ ഒരിക്കൽ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. അതിലും അങ്ങനെയാണ്, നമ്മൾ ഉണ്ടാക്കുന്ന ആ പാത്രത്തിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ആർക്കെങ്കിലും കൊടുക്കാനാണെങ്കിൽ നമ്മൾ ടിന്നിലും അങ്ങനെയൊക്കെ ആക്കണം. ഇത് കുറച്ച് മാവേ ഉള്ളെങ്കിലും ഇത് പൊങ്ങി വരും നല്ലോണം. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വലിയ പാത്രം എടുത്തത്. പിന്നെ കേക്കിൻ്റെ ലെയർ അത്രയും കനത്തിലൊന്നും വേണ്ട, കുറച്ച് കനത്തിൽ മതി. ഒത്തിരി കനത്തിലായി കഴിഞ്ഞാലും അത്രയ്ക്ക് കൊള്ളൂല. പിന്നെ ഇങ്ങനെ വലുതായിട്ട് നമുക്ക് ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും കഴിക്കാൻ തികയുകയും ചെയ്യും. മറ്റേ കൊച്ചു ടിന്നിലൊക്കെ നമ്മൾ വാങ്ങുന്നത് കുട്ടികൾക്കൊക്കെ അത്രയ്ക്ക് തികയൊന്നുമില്ല. അപ്പോൾ നമ്മൾ വീട്ടിലൊന്ന് ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവർക്കും നല്ല സുഖമായിട്ട് നിറച്ച് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതിനെ 170 ഡിഗ്രിയിൽ ഒരു 30 മിനിറ്റ് വേണ്ട, അതിന് മുമ്പ് തന്നെ ആവും. കാരണം ഇതെല്ലാം ആയതാണ്. ചെറുതായിട്ടൊന്ന് തട്ടിയാൽ മതി. നമ്മൾ ആദ്യം ചെയ്ത് വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ പുഡിംഗ് ഉണ്ടാക്കാൻ തുടങ്ങണം. ആദ്യം നമ്മൾ ജെലാറ്റിൻ, അതല്ലെങ്കിൽ അഗർ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അതല്ലെങ്കിൽ ജെലാറ്റിൻ, അത് 2.5 ടേബിൾ സ്പൂൺ, അത് 2 പ്രാവശ്യമായിട്ട് ചേർക്കാനാണ്. ആദ്യമേ സോക്ക് ചെയ്തങ്ങ് വയ്ക്കണം.
ഇത് 10 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റാണ്. അപ്പോൾ നമ്മൾ അളന്നിട്ട് ഈ കരിക്ക് വെള്ളത്തിൽ തന്നെ കുതിർത്ത് വയ്ക്കണം. പിന്നെ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്ത് നമ്മളതിനെ ഉരുക്കിയെടുക്കണം. ഈ ഫ്ലേവർ കിട്ടാനാണ് നമ്മൾ കരിക്ക് വെള്ളത്തിൽ തന്നെ അത് സോക്ക് ചെയ്ത് വയ്ക്കണേ. അഗർ ആണെങ്കിലും ജെലാറ്റിൻ ആണെങ്കിലും ഇത്രയും തന്നെ ഇടണം, നല്ലൊരു കട്ടിയായിട്ട് കിട്ടുള്ളൂ. ഇതിനൊന്ന് കരിക്ക് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഇതിനെ കുറച്ച് നമ്മൾ ആദ്യത്തെ പ്രാവശ്യം ഉണ്ടാക്കുമ്പോൾ കുറച്ച് ചേർക്കും, പിന്നെ ലാസ്റ്റ് ചേർക്കണം. അപ്പോൾ ഇത്ര ഇങ്ങനെ കുതിർത്ത് വെച്ചിട്ട് ചേർക്കും. ഈ ബൗളിലേക്ക് കരിക്ക് ഇട്ട് കൊടുക്കണം. ഒരു 2 പീസ് മാറ്റി വയ്ക്കണം. ലാസ്റ്റ് അധികം കട്ടിയില്ലാത്ത പീസ് വേണം മാറ്റി വയ്ക്കാൻ. ഇങ്ങനെ 2 പീസ് ഞാൻ മാറ്റി വെച്ചു. അധികം കട്ടി വരാത്ത ചെറിയ പീസാണ്. ഇതിലേക്ക് കുറച്ച് പഞ്ചസാര, നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് ചേർക്കാം. പിന്നെ മറ്റേതിലൊക്കെ ചേർക്കുന്നതുകൊണ്ടാണ് ഞാൻ അധികം ചേർക്കാത്തത്. ഇത് ഇത്രയും ചേർത്തു. ഒരു 1/4 കപ്പ്. ഇതിലേക്ക് ഇത് അരയാൻ ആവശ്യം കുറച്ച് കരിക്ക് വെള്ളം ചേർക്കാം. എന്നിട്ട് വിപ്പിംഗ് ക്രീം കുറച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കരിക്ക് നമ്മൾ 2 പ്രാവശ്യം നമ്മൾ ചേർക്കേണ്ടതാണ് ഇതിൽ നമ്മൾ പുഡിങ് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ 4 കരിക്കാണ്, അധികം കട്ടിയില്ലാത്ത കരിക്കായത്. 4 കരിക്കിൻ്റെതാണ് ഇത്. നമ്മൾ കരിക്ക് നന്നായിട്ട് അടിച്ച് ഇങ്ങനെ എടുത്ത് വയ്ക്കണം. അപ്പോൾ ഇത് ഓരോന്നിലും ചേർക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ അങ്ങ് യൂസ് ചെയ്യാം. ഇനി കേക്ക് സോക്ക് ചെയ്യേണ്ട ഒരു മിക്സ് റെഡിയാക്കണം. ഒരു 1/2 കപ്പ് പാല് ഞാൻ എടുത്ത് വെച്ചു. ഇതെല്ലാം തണുത്ത സാധനങ്ങളാണ്. തണുത്ത പാല്, പിന്നെ കരിക്ക് വെള്ളം കുറച്ച് ചേർത്തു. ഒരു 1/4 കപ്പ് ഇല്ല, ഞാൻ കുറച്ചേ ചേർക്കണുള്ളൂ. പിന്നെ ഇത് കരിക്ക് കുറച്ച് അടിച്ചു വെച്ചത്, ശകല ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി മാത്രം കുറച്ച് ചേർക്കാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് മധുരത്തിന് കണ്ടൻസ് മിൽക്ക് കുറച്ച് ചേർക്കാം. ഇനി നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം, നിങ്ങളുടെ മധുരത്തിനനുസരിച്ച്. ചിലർക്ക് അധികം മധുരം ഇഷ്ടമല്ലായിരിക്കും പുഡിങ്ങിന്, അപ്പോൾ അങ്ങനെയുള്ളവർ അധികം മധുരം ചേർക്കണ്ട. അല്ലാത്തവർ ഇതിനകത്ത് കുറച്ചുകൂടെ ഷുഗർ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ കേക്ക് റെഡിയായി. കണ്ടോ, ഇത്രയേ വന്നോളൂ. പക്ഷേ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ മോൾ ഭാഗം വെട്ടിക്കളയാം. ഇതിപ്പോൾ ഞാൻ മോൾ ഭാഗം വെട്ടിക്കളയുന്നില്ല. നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്നതാകുമ്പോൾ ഒത്തിരി അങ്ങ് നമ്മൾ കളയേണ്ട ആവശ്യമൊന്നുമില്ല. ആ സൈഡ് വെട്ടോ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഇട്ടിട്ട് ഇതിൻ്റെ പുറത്ത് ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തി കൊടുക്കണം. അപ്പോൾ എല്ലാം നമ്മൾ ഒഴിക്കുന്ന ആ മിക്സൊക്കെ അതിൻ്റെ ഉള്ളിൽ പോകും. കേക്ക് വെച്ചിട്ടുള്ള പുഡിങ്ങൊക്കെ ഉണ്ടാക്കുന്നവർ ചിലർ ഇങ്ങനെ തന്നെ യൂസ് ചെയ്യും, അതല്ലെങ്കിൽ പൊടിച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് നമ്മൾ കൈകൊണ്ട് ഒന്ന് പൊടിച്ചിട്ട് നമ്മൾ അമർത്തി കൊടുക്കും. അങ്ങനെയാണ് ഞാൻ ആദ്യമൊക്കെ 3 ലെയർ പുഡിങ്ങിലൊക്കെ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് ഈ മിക്സ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലായിടത്തും ഒരുപോലെ ഒഴിച്ചു കൊടുക്കണം. ഇതിൻ്റെ മൂസ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ മൂന്നാമത്തെ ലെയറാണിത്. ഇത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ. ഇത് ഞാൻ ജസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് ചേർക്കുന്നത്. ഇപ്പോൾ നമ്മൾ ജെലാറ്റിൻ ചേർക്കുന്നതെങ്കിൽ നമ്മൾ കോൺഫ്ലവർ ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം അത് കട്ടിയായിക്കോളും. പക്ഷേ നമ്മൾ വെളിയിൽ കൊണ്ടുപോകുമോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒന്ന് ചൂടടിക്കുമ്പോൾ അതങ്ങ് ഉരുകി പോയാലോ. അപ്പോൾ എളുപ്പം ഉരുകി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കോൺഫ്ലവർ ചേർത്താൽ കുറച്ചുകൂടി കട്ടിക്ക് അങ്ങനെ ഇരുന്നോളും. കുറച്ച് കോൺഫ്ലവർ ചേർത്തു. ഇനി 1 ടേബിൾ സ്പൂണേ ചേർത്തോളൂ. ഇനി ഇതിലേക്ക് സ്റ്റൗ ഓൺ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇത് ചേർക്കണം. ഈ കണ്ടൻസ് മിൽക്ക് ഞാൻ 1/2 കപ്പ് ചേർക്കുകയാണ്. ഇതൊരു 3/4 കപ്പ് ക്രീം. ഇനി ഒരു 1/2 കപ്പ് പാല്. ഇത് ഞാൻ വലിയ പാത്രത്തിൽ സെറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പകുതിയാക്കി 2 പാത്രത്തിലാക്കി ഉണ്ടാക്കാം, വേണമെങ്കിൽ അങ്ങനെയൊക്കെ ആക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം. കരിക്ക് ചേർക്കുന്ന 1 കപ്പ്. കരിക്കിൻ്റെ പുഡിംഗ് ആണല്ലോ, അപ്പോൾ അതിന് നല്ലൊരു ഫ്ലേവർ വരണം. അതുകൊണ്ടാണ് 1 കപ്പ്, അല്ലെങ്കിൽ 1.5 കപ്പ്. നിങ്ങളുടെ ഇഷ്ടത്തിന് കൂടുതൽ ടേസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ കരിക്കിൻ്റെ മണം വരാനായിട്ട് കുറച്ചുകൂടി വേണമെങ്കിൽ ചേർക്കാം. ഇതിനെ കോൺഫ്ലവറുമായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷമേ സ്റ്റൗ ഓൺ ചെയ്യാവുള്ളൂ. നമ്മൾ പുഡിങ് മധുരമുള്ള സാധനങ്ങൾ, ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കുന്ന പാത്രം പ്രത്യേകം വയ്ക്കണം, അല്ലെങ്കിൽ നന്നായിട്ട് കഴുകണം. ചിക്കനും അതൊക്കെ ഉണ്ടാക്കിയതുപോലെ ഉണ്ടാക്കരുത്. പ്രത്യേകിച്ച് കരിക്ക് പുഡിങ്ങിലൊക്കെ ആണെങ്കിൽ ഒത്തിരി ഒരു മസാലയുടെ എന്തെങ്കിലും മണം വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലൊന്ന് പിടിക്കും. അതുകൊണ്ട് ഞാനിതിപ്പോൾ വേറെ ഒന്നും ഉണ്ടാക്കാനായിട്ട് ഈ പാത്രം യൂസ് ചെയ്യാറില്ല. അങ്ങനത്തെ പാത്രമേ നിങ്ങൾ എടുക്കാവൂ. നമ്മൾ എത്ര കഴുകിയാലും കുറച്ചൊരു മസാല മണം അതിൽ വരും. അപ്പോൾ ഈ മിക്സ് തിളച്ചു. ഇതിലേക്ക് നമുക്ക് അഗർ അല്ലെങ്കിൽ ചൈന ഗ്രാസ് ചേർത്താലും മതി. അതിൻ്റെ പൊടിയാണ് ഇത് അഗർ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ജെലാറ്റിനും ചേർക്കാം. ജെലാറ്റിനാണെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്ത് ചേർക്കണം. ഇത് 1 ടേബിൾ സ്പൂണാണ്. ഇതിലേക്ക് കുറച്ച് വാനില എസൻസ് ചേർക്കാം. ഒത്തിരി ഒഴിക്കരുത്, ഒരു 1/4 ടീസ്പൂൺ ഒഴിച്ചാൽ മതി.
പിന്നെ മുട്ടയൊന്നും ഇതിനകത്ത് മുട്ട ചേർക്കാത്തത് കൊണ്ട് അങ്ങനെ ഒരു മണോ അങ്ങനെയൊന്നും വരില്ല. അതുകൊണ്ട് കുറച്ച് എസൻസ് മതി, അല്ലെങ്കിൽ ആ കരിക്കിൻ്റെ മണം അങ്ങ് പോകും. ഇത് ഏകദേശം തണുത്ത് വരികയാണ്. ഇത് ക്രീം അടിച്ചതാണ്. ക്രീമിൽ കുറച്ച് ഷുഗറും പിന്നെ കണ്ടൻസ് മിൽക്ക് കുറച്ചൊഴിച്ച് അടിച്ചതിന് ശേഷമേ കണ്ടൻസ് മിൽക്കും ഷുഗറും ചേർക്കാവൂ. അതിൻ്റെ കുറച്ചെടുത്തിട്ടാണ്. പിന്നെ ഇനി ഒരു ലെയർ കൂടെ ഉണ്ടല്ലോ, അതിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ചൂടൊക്കെ മാറുമ്പോൾ ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു ലൈറ്റായിട്ടുള്ളൊരു ടെക്സ്ചറാണ് ഇതിന് കിട്ടുന്നത്. അധികമായിട്ട് അടിക്കാണ്ട് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്ത് ചേർക്കണം. കേക്ക് ഒന്ന് തണുത്തു. നമുക്ക് ഇതിൻ്റെ പുറത്ത് ഉണ്ടാക്കിയ മിക്സിന് ഒഴിച്ചു കൊടുക്കാം. നല്ല ഹൈറ്റുള്ള ഒരു പാൻ എടുക്കണം, അതല്ലെങ്കിൽ നമ്മൾ ഓരോ ലെയറായിട്ട് ഒഴിച്ച് വരുമ്പോൾ അതങ്ങ് നിറഞ്ഞു പോവും. മിക്സ് റെഡി ആകുമ്പോഴേക്കും ഇത് എടുത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ആ ലെയറും കൂടെ ഒന്ന് തണുക്കണം. അടുത്ത ലെയർ ഒഴിച്ചതിന് ശേഷം നല്ല തണുത്തതിന് ശേഷമേ ലാസ്റ്റ് ലെയർ ഒഴിക്കാവുള്ളൂ. അതല്ലെങ്കിൽ അത് എല്ലാം കൂടി അങ്ങ് മിക്സായി പോകും. കുറച്ച് കരിക്കടിച്ചത് ബാക്കി ഉള്ളത് അതിനകത്തേക്ക് ഇതിൽ കുറച്ച് ഞാൻ വാനില എസൻസ് ചേർത്തു. എന്നിട്ട് ക്രീം അടിച്ചത് കുറച്ച് ചേർക്കാം. ഇനി നമുക്ക് ഫോർത്ത് ലെയർ ഒഴിച്ചു കൊടുക്കാം. പതുക്കെ അതിൻ്റെ പുറത്ത് ഒഴിച്ചു കൊടുക്കണം. നമ്മൾ കേക്കിൻ്റെ പോലെ അങ്ങനെ കട്ടിയാവുമൊന്നും വേണ്ട. ഒരു തിൻ ലെയറാണ്. ഇനി ഒരു ലെയറും കൂടെ ഒഴിക്കേണ്ടതാണ്. ഇതിപ്പോൾ തന്നെ നിറഞ്ഞു. ഇതിനി അടുത്ത ലെയർ ഒഴിക്കുന്നതിന് മുമ്പ് ഇത് നന്നായിട്ട് കട്ടിയാവണം. എന്നാലേ അത് ലാസ്റ്റ് ലെയർ ഒഴിക്കുമ്പോൾ കലങ്ങി പോകാണ്ടിരിക്കും. ഇല്ലെങ്കിൽ അങ്ങ് അകത്തോട്ട് പോകും, കലങ്ങി മിക്സായി പോകും. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അത് എല്ലാ സ്ഥലത്തും ഒരുപോലെ. ഇനി ഫിഫ്ത്ത് ലെയറാണ്. അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് കരിക്ക് വെള്ളത്തിൽ പഞ്ചസാര ചേർത്ത് കലക്കി വയ്ക്കണം. എന്നിട്ട് അതിലേക്ക് അഗർ ഉരുക്കി, നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്നതിനെ ഉരുക്കി ഇതിനകത്തേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നാലേ കട്ടി വരുള്ളൂ. എന്നിട്ട് അതിനെ നമ്മൾ പതുക്കെ ഒരു സ്പൂൺ വെച്ച് പതുക്കെ വേണം ഒഴിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ അതിനകത്ത് കുഴി വരും. അത്രയ്ക്ക് അങ്ങോട്ട് കട്ടിയായിട്ടില്ല. അപ്പോൾ അതിൽ കുഴി വരാണ്ടിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ പുറത്ത് കരിക്കിൻ്റെ പീസസ് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് സമയം ഫ്രീസറിൽ വെച്ച് ഒന്ന് സെറ്റായി എന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് അതിനെ ഫ്രിഡ്ജിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ ഐസായി പോവും. അങ്ങനെ 5 ലെയർ ടെൻഡർ കോക്കനട്ട് ടോട്ട് കേക്ക് റെഡിയായി. അത് ഫ്രീസറിൽ കുറച്ച് സമയം വെച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി. അതല്ലെങ്കിൽ കേക്ക് കട്ടിയായി പോവും. ജെലാറ്റിനൊക്കെ ചേർത്തത് കൊണ്ട് നല്ല പീസായിട്ട് മുറിച്ചെടുക്കാൻ പറ്റും. നമുക്ക് പാർട്ടിക്കൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ഡെസേർട്ടാണ്. വളരെ സോഫ്റ്റും ടേസ്റ്റിയുമാണ്. ഇത് കഴിച്ച് നോക്കുമ്പോഴേ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റൂ. അത്ര രുചിയായിട്ടുള്ളതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ ശ്രമിക്കണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യുക. ബൈ.